റാപ്പോ വേടൻ പാട്ടുപാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ വേടനെ ചിലപ്പോൾ നാളെ ഒരു കാലത്ത് വേടൻ പാടിയ പാട്ടുകളെയൊക്കെ ചില ആളുകൾ മറന്നുപോയേക്കാം. എന്നാലും ഒട്ടുമിക്ക ആളുകളും വേടനുമായി ചുറ്റിപ്പറ്റി ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞ കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടല്ലോ, അതുപോലെ ഇപ്പൊ നടക്കുന്ന കുറച്ച് കോൺട്രവേഴ്സികൾ ഉണ്ടല്ലോ, ഇതൊക്കെ ആരും അങ്ങനെ മറക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വേടനെ ഇഷ്ടമല്ലാത്ത ആളുകളോടും ഇവിടുത്തെ സർക്കാരിനോടും പോലീസിനോടുമാണ് വേടനെ കൊണ്ട് ഇനി അങ്ങ് പാടിപ്പിക്കണ്ട. ഏറ്റവും നല്ല കാര്യം അതാ, വേടന്റെ ഈ സ്റ്റേജ് ഷോകൾ അങ്ങ് ബഹിഷ്കരിക്കും നിങ്ങൾ. പ്രത്യേകിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ അതിനൊന്ന് മുന്നിട്ടിറങ്ങുക കേട്ടോ. വേടൻ ഇനിയും സ്റ്റേജിലൊന്നും പാടരാതെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങോട്ട് നടത്തുക, അതായിരിക്കും നല്ലത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ല, ഇനി അവനെ കൊണ്ട് പാടിപ്പിക്കണ്ട. കാരണം അവൻ ഒരു സ്റ്റേജിൽ വന്ന് പാടിക്കഴിഞ്ഞാൽ ആ പരിപാടി കാണാൻ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ നേരെ അവന്റെ തലയ്ക്ക്. അത് എന്ത് ന്യായം, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ കാസർഗോഡ് ഒരു പരിപാടി നടന്നു, നമ്മുടെ ബേക്കൽ ഫോർട്ടിൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുകയാണ്. കുറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആശുപത്രിയിലായെന്ന് പറയുന്നുണ്ട്, മാധ്യമങ്ങൾ പറയുന്നതാണ്. ആ പരിപാടി കാണാൻ പോയ ആളുകൾ പറയുന്നു, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അത്രയും വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും പറ്റിയതായിട്ട് തങ്ങൾക്കാർക്കും അറിയാൻ പാടില്ല എന്ന് ആ പരിപാടി കാണാൻ വന്ന ആളുകൾ പറയുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതായത് ആശുപത്രിയിലാണെന്ന്. ഈ ആശുപത്രിയിലൊക്കെ ഈ മൈക്കും ക്യാമറയും കൊണ്ടും ഒക്കെ കയറി ചെല്ലാറുണ്ടല്ലോ, ഒന്ന് കയറി ചെന്നൊന്ന് കാണിച്ചു തരാമോ? അല്ല, ആരൊക്കെയാണ് ആശുപത്രിയിലുള്ളതെന്ന്, എന്താണ് അവർക്ക് പറ്റിയത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അറിയാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നതാ. പോട്ടെ, നാളെ 31, നാളെ നമ്മുടെ വയനാട്ടിൽ ബോച്ചേമക്കറ്റ് മറ്റേ 1000 ഏക്കർ അവിടെ നാളെ വേടന്റെ പരിപാടിയുണ്ട്. അവിടെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നാളെ മാധ്യമങ്ങൾ, നാളെയോ 1-ാം തീയതിയായിട്ട് ന്യൂ ഇയറിന് മാധ്യമങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത്. വേടന്റെ പരിപാടിയിൽ ബലാത്സംഗം വേണമെങ്കിൽ അതൊക്കെ പറയൂടെ, ഉറപ്പായിട്ടും പറയും. ഞാൻ കറക്റ്റായിട്ട് ആ വേർഡൊന്നും പറയാത്ത കേട്ടോ, വെറുതെ പണി പഠിക്കാൻ വയ്യാത്തോണ്ടാ. ചിലപ്പോൾ അതൊക്കെ പറയും. അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാ ഇതൊന്നും. നിങ്ങളുടെ പാടിപ്പിക്കണ്ട, അവനെ കൊണ്ട് തീർന്നില്ലേ? പാടിപ്പിക്കണ്ട, ബഹിഷ്കരിക്ക് അവന്റെ പാട്ട്. കേരളം ഇനിയും കേൾക്കണ്ടെന്ന് പറ. അല്ലാതെ ഈ പറയുന്നതിനൊക്കെ ഒരാൾ ആ പരിപാടി കാണാൻ വന്ന ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു, അത് എന്തിനാ അവന്റെ തലയെ കൊണ്ടിടുന്നത്? അതുപോലെ തന്നെ ആ പരിപാടി കാണാൻ പോയ കുറെ ആളുകൾ പറയുന്നത് കേട്ടു, കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെയാണെന്ന് വരുന്നത്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഈ വീട്ടിലിരിക്കുന്ന ഈ കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ എന്തിനാ പരിപാടിക്ക് പോകുന്നത്? പിള്ളേരെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുക. ഇനി കൊച്ചു പിള്ളേരാണെങ്കിൽ അവരുടെ കൂടെ വീട്ടിലിരിക്കുക. അവരെയും കൊണ്ടൊക്കെ ഈ പരിപാടിക്ക് പോയിട്ട് അവർക്ക് ഇതുകൊണ്ടൊക്കെ പിള്ളേർക്കൊക്കെ എന്ത് മനസ്സിലാവാനാടേ? പിള്ളേരുടെയൊക്കെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും കേൾക്കാം, മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വികാരങ്ങൾ. പക്ഷെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാതിരിക്കുക. നിങ്ങളാ തെറ്റ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഈ സംഘാടകരെ കഴിഞ്ഞ പരിപാടി അല്ലെങ്കിൽ എവിടെയായിരുന്നു ഒരു പരിപാടിക്ക് മറ്റേ ചെളിക്കകത്ത് കിടന്ന് നമ്മൾ സംഘാടകരെ നല്ല രീതിയിൽ ആട്ടി, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ എല്ലാത്തിനും സംഘാടകരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പിടികിട്ടിയോ? ഇവിടെയും സംഘാടകരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണും, ഇല്ലാതൊന്നും പറയുന്നില്ല. ക്രൗഡിന് ഒരു പരിധി കൂടുതൽ. അവർ പക്ഷെ ബാരിക്കേഡ് എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചാടിക്കിടന്നൊക്കെ ആൾക്കാർ പോയത്. ഓപ്പൺ ഏരിയ അല്ലേ, ചാടി കയറി ചെല്ലും. കഴിഞ്ഞ ദിവസം വരെ ബീച്ച് ഫെസ്റ്റിവലിന് കയറാൻ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നലെ 100 രൂപയായിരുന്നു. 100 രൂപയൊക്കെ ഏത് മലയാളിക്കും കൊടുക്കാൻ പറ്റും, കൊടുത്ത് ചാടി കയറി. പക്ഷെ ഈ പിള്ളേരെ കൊണ്ടൊക്കെ പോകാതിരിക്കുക. കുറെ പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് കാണാതെ പോയെന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ വന്ന ആളുകൾ പറയുന്നതാ. പക്ഷെ ആർക്കും അവിടെ ഈ വാർത്താ ചാനലിലൊക്കെ കേൾക്കുന്ന കണക്ക് തലകറക്കി വീഴ്ചയും അങ്ങനത്തെ പരിപാടി കുഴഞ്ഞു വീഴ്ചയും അതൊന്നും കണ്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ വാർത്ത കാണുക, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം ഈ വിഷയം. ഇത് കണ്ടോ? കാസർഗോഡ് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. ആദ്യം കാസർഗോഡ് വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് സംഭവം. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഫൈസലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. ഫൈസൽ, എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേടന്റെ സംഗീത പരിപാടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. രാത്രി 8 മണിക്കാണ് ഈ സംഗീത പരിപാടി വേടൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും 1.5 മണിക്കൂറിലധികം വൈകിയാണ് ഈ വേടന്റെ പരിപാടി നടന്നത്. അതോടുകൂടി തന്നെ ഈ സമയത്തേക്ക് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിയിരുന്നു. ടിക്കറ്റ് എടുത്ത ആളുകൾ, അതിനപ്പുറം ടിക്കറ്റ് എടുക്കാത്ത ആളുകളും ധാരാളം കയറി എന്നാണ് ഇപ്പോൾ സംഘാടകരടക്കമുള്ളവർ പറയുന്നത്. കാരണം ഈ ബേക്കൽ ബീച്ച് വെച്ച് നടക്കുന്നത് ബേക്കൽ ബീച്ച് പാർക്കിലാണ്. അപ്പോൾ ഇവിടേക്ക് എത്താൻ മറ്റു വഴികൾ ധാരാളമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയും അങ്ങനെ ഈ മുന്നിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനെ കുട്ടികളടക്കം സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേക ഒരു ഏരിയ ഒരുക്കിയിരുന്നു. ഇവിടേക്ക് ആളുകൾ ഇരച്ചു കയറുകയും അങ്ങനെ
കുട്ടികൾക്കടക്കം ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയുമായിരുന്നു. അങ്ങനെ കുട്ടികളും വയോധികരും അടക്കം ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇവരൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഇവിടെയൊന്നും അത്ര പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ളതാണ്. ദേഹാസ്വാസ്ഥ്യം മാത്രമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്, കേട്ടല്ലോ. ഈ പ്രായമായ ചേട്ടനും ചേച്ചിക്കും ഒക്കെ പ്രിയപ്പെട്ടവരെ വല്ല ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ടിക്കറ്റ് വെച്ചുള്ള പരിപാടികൾക്ക് നിങ്ങളിപ്പോ, മനസ്സിലായില്ലേ? അവിടെ സംഘാടകരെ നമുക്ക് കുറ്റം പറയാം അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. കാരണം ടിക്കറ്റ് വെച്ച് ഒരു ക്ലോസ് സർക്കിളിനകത്ത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം അങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ ഓക്കെ, അവിടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റും. ഇതൊരു ഓപ്പൺ ഏരിയ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വയോധികർ, പ്രായമായവർ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനൊന്നും കയറി ചെല്ലല്ലേ. പിള്ളേരെ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറ്റം പറയാം, ഒരു ബോധവും വെക്കണോ ഇല്ലാതെ ഉമ്മാർ കയറി നടക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നിങ്ങൾ, ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അവന്മാരുടെ തുറയ്ക്ക് പോകുന്നത് അത് നമ്മളും ആയ കാലത്തൊക്കെ ചെയ്യൂലേ. പക്ഷേ ഒരു ലിമിറ്റുണ്ട് മക്കളെ, പോയാൽ നിനക്കൊക്കെ തന്നെ പോകത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പം ആ പയ്യ എന്താ ട്രെയിൻ തട്ടിയൊക്കെ ആർക്ക് പോയി? വേടന് പോയോ വല്ലോ? ഇല്ല. ഈ പരിപാടി നടത്തിയവർക്ക് പോയോ വല്ലോ? ഇല്ല. ആർക്ക് പോയി? അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി, ഇല്ലേ? മനസ്സിലാക്കുക. പ്രായമായവർ, പ്രത്യേകിച്ച് നിങ്ങൾ അടങ്ങി വീട്ടിൽ ഇരുന്നൂടെ? എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ക്ലോസ്ഡ് ഒരു ഇപ്പം ബോച്ചയുടെ അവിടെ അതിനിപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം കേട്ടോ. 500 രൂപ 499 രൂപയുടെ ടിക്കറ്റ് തൊട്ടാണ് അങ്ങോട്ട് മേപ്പോട്ടുള്ളത്. ചിലപ്പം നല്ല രീതിയിൽ ബോച്ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ക്രൗഡിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ആൾക്കാരെയൊക്കെ ഇറക്കി വോളണ്ടിയേഴ്സിനെയൊക്കെ സെറ്റിൽ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകും. ഈ ഓപ്പൺ സ്പേസിൽ നടക്കുന്നവരൊന്നും ഈ പരിപാടികൾക്ക് വയോധികരൊന്നും പോകാതിരിക്കുക. ഈ ഇടിച്ചു തള്ളി നിൽക്കുന്നതിനകത്തൊക്കെ പോയി നിന്ന് ശ്വാസവും കിട്ടാതെ എന്തിനാ വെറുതെ? എന്തിന്? നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു, എന്നാലും ശരീരം കൂടെ നോക്കണ്ടേ? ബാക്കി കേൾക്കാം. ഏതായാലും ഈ വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ധാരാളം പോലീസുകാരെ, 150 അധികം പോലീസുകാരെ നിയമിച്ചിരുന്നു എന്ന് നമുക്ക് വാർത്താക്കുറിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷെ ആളുകൾ ധാരാളം വ്യക്തിയോടുകൂടി ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. മറ്റൊരു കാര്യം, ഇത് ഈ തിക്കിലും തിരക്കിലും അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള ഒരു അപകടമാണ്. അതായത് ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത് റെയിൽവേ പാളത്തിനൊക്കെ അടുത്തുള്ള ഒരു ബീച്ചിലാണ്. റെയിൽവേ പാളത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിയ പൊയ്നാറ്റി സ്വദേശിയായ ശിവാനന്ദനെ ട്രെയിൻ തട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ശിവാനന്ദ് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു അപകടം കൂടി നടന്നിരിക്കുമെന്ന്, ഒരു അപകട മരണം കൂടി നടന്നിരിക്കും എന്നുള്ളതാണ് നിമി. പേരൊക്കെ കേട്ടിട്ട് അത്യാവശ്യം പ്രായമുള്ള ഒരു ചേട്ടനെ പോലെയാണ് തോന്നുന്നത്, ജെൻസി ആണെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ആരാണെങ്കിലും പോയപ്പോൾ പോയില്ലേ, പുള്ളിയുടെ വീട്ടുകാർക്ക് പോയില്ലേ. ഇനിയും ഒരു പോസ്റ്റർ, ഈ വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഒരു ചാനലിലെ കണ്ടപ്പോഴത്തേക്ക് അറിയാമല്ലോ, W ചാനലാണ്. വേടന്റെ പരിപാടിക്കായി പാളം മുറിച്ച് കടക്കാൻ ശ്രമിച്ചു, ട്രെയിൻ തട്ടി ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. ഈ പോസ്റ്ററിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട്, മനസ്സിലായോ? ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ ഫസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ആ പരിപാടി കാണാൻ പോയ ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഈ ഒരു പോസ്റ്ററിൻ്റെ അടിയിൽ വന്നത്, അതും വേടനും തമ്മിൽ എന്താ ബന്ധം? അതിന് എന്താണ് ആ വേടൻ്റെ ഫോട്ടോ വെച്ചൊരു പോസ്റ്റർ? ആള് മരിച്ചത് അയാളുടെ ടൈം ആയിട്ടുണ്ട്, അതായിരിക്കും. അല്ലാതെ ഒരു നല്ല വ്യക്തിത്വത്തിനെ എന്തിനാണ് തകർക്കുന്നത്? നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. നല്ല വ്യക്തിത്വം അല്ലേ? ശരി, നല്ല വ്യക്തിത്വം മതിയടെ, കൂടുതലൊന്നും വേണ്ടല്ലോ. ഞാൻ കൂടുതലൊന്നും പറയണ്ട. പിന്നെ വെറുതെ അവൻ്റെ തലയിൽ എന്തിനീ കൊണ്ടിടുന്നേ? അത് ചോദിച്ചത് ശരിയാ. അവനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ കാശിന് വേണ്ടി വന്ന് പാടുന്നു, അവനൊരു ആർട്ടിസ്റ്റ്, അവനവൻ്റെ പണിക്ക് വരുന്നു. ആ പണി അവിടെ നടത്താൻ ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, അവർ വേണം ഒന്നൊന്ന് എല്ലാം നോക്കാൻ. അത് നോക്കണം, അവരുടെ ഭാഗത്ത് തെറ്റ് കാണും. പക്ഷെ അതുപോലെ തന്നെ ഈ ഭ്രാന്ത് പിടിച്ചൊക്കെ ഇതിന് പോകുന്നവരെയും കൂടെ സമ്മതിക്കണം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? ശരീരം നോക്കിയിട്ട് പോവും. പിടികിട്ടിയോ? ഇനി വേറെ കുറച്ച് കമൻറ്റുകൾ വേറൊരു വീഡിയോയുടെ അടിയിൽ വേടനുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ വന്ന വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകളാണ്. ആ വാർത്ത ഞാനിവിടെ കേൾപ്പിക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പിന്നെ ഇച്ചിരിയെങ്കിലും വിശ്വാസമുള്ള ഒരു ചാനലിൻ്റെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. വേറെ കുറച്ച് W ചാനലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വയ്യ, താല്പര്യമില്ല. അവന്മാർ പറയുന്നത് തന്നെ കേൾക്കുമ്പോഴേ അറിയാം ഉടായിപ്പാണെന്ന്. അപ്പം ഇത് ഈ പരിപാടി കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇന്നലെ രാത്രി തന്നെ ഇട്ട കമൻ്റാണ് ഈ പയ്യൻ. വഴിയാണ്, വേടൻ്റെ പരിപാടി കാണാൻ കൂടുതലും കുട്ടികളായിരുന്നു, പക്ഷെ മീഡിയയിൽ കാണുന്ന അത്ര തിക്കും തിരക്കും കണ്ടില്ല.
നേരത്തെ വന്നു നിന്നവർ ക്ഷീണമായി വീഴുന്ന കണ്ടിരുന്നു, അല്ലാതെ ന്യൂസിൽ കാണുന്ന ഭീകരാന്തരീക്ഷം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരുപാട് നേരത്തെ വന്ന് നിന്ന ആള് ആരൊക്കെയോ അവിടെ തല ഇറങ്ങി വീഴുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഈ പറയുന്ന കണക്ക് വലിയ ഭീകര പരിപാടികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഒരു വ്യക്തി ഇട്ടിരിക്കുന്നത്. അടുത്തത്, ഈ പ്രോഗ്രാം തകർത്താടി മുഴുവനായും കണ്ട് വീട്ടിലെത്തി വാർത്ത കണ്ട ഞാൻ, മറ്റേ കണ്ണു തള്ളിയൊക്കെ നിൽക്കുന്നത്. ഈ മ്യൂസിക്കൊക്കെ ഇട്ട് ഇത്രയ്ക്കൊക്കെ തലക്കരമുള്ള വാർത്തയാക്കാൻ വാർത്തകൾക്ക് പഞ്ഞമുള്ളത് കൊണ്ടാണോ? കേൾക്കുന്ന സംഭവം നടന്നത് അവിടെ പോയ 91% ആൾക്കാരും അറിഞ്ഞു കാണില്ല. പക്ഷെ ഇങ്ങനെ ജനം തടിച്ചു കൂടുന്ന ഇടങ്ങളിൽ കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നത് വിവരക്കേട് തന്നെയാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. അപ്പൊ ആ വ്യക്തി അവിടെ പരിപാടി കാണാൻ പോയ വ്യക്തിയാണ്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ചെന്ന് ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊന്നും പോകാതിരിക്കും ഒരു പരിപാടിക്ക്, മനസ്സിലായില്ലേ? അതും ഈ ബീച്ച് ഫെസ്റ്റിവൽ അതുപോലുള്ള പരിപാടികൾക്ക് നിങ്ങൾ പൊക്കോ. ന്യൂ ഇയറും ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പിള്ളേരെ കൊണ്ട് പോകും. പിടികിട്ടിയോ? ഒരു മ്യൂസിക് പരിപാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ഡാൻസ് കളിക്കും പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്തവന്റെ കൈ തട്ടുവോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത്തിരി വിവേകത്തോടെ ചിന്തിച്ചിട്ട് വേണം പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ, മനസ്സിലായില്ലേ? അടുത്തൊരു കമന്റ്, ഒരു ന്യൂസ് കിട്ടിയാൽ വീർപ്പിച്ചു വിടാൻ നന്നായി നിങ്ങൾക്കറിയാം. ഒരു അപകടവും അവിടെ സംഭവിച്ചിട്ടില്ല. ആകെ സംഭവിച്ച അപകടമാണ് ട്രെയിൻ തട്ടി ഒരു യുവാവ് മരിച്ചിട്ടുണ്ട്. റെയിൽവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധാപൂർവം ക്രോസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ അപകടം പറ്റിയത്, അല്ലാതെ പരിപാടി സ്ഥലത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതുപോലത്തെ മാധ്യമങ്ങളെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തത്, ഞങ്ങളും പോയിരുന്നു ഈ പരിപാടി കാണാൻ. പരിപാടി കഴിയുമ്പോൾ തിരക്ക് നല്ലോണം ആവുമെന്ന മുൻധാരണയിൽ വേടന്റെ ആദ്യത്തെ 2 പാട്ട് കഴിഞ്ഞപ്പോഴേ അവിടുന്ന് ഇറങ്ങി. കുറെ കുട്ടികളെ അവിടുന്ന് കാണാതായി അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പോരെ, കൂടുതൽ ഇനി ഞാൻ കാണിക്കുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും ലാസ്റ്റത്തെ കമന്റിൽ അയാൾ പറയുന്നുണ്ട് ആദ്യത്തെ 2 പാട്ടിനൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ തിരക്ക് കൂടുമെന്ന് തോന്നിയപ്പം ഞാൻ അവിടുന്ന് സ്കൂട്ടായി. പിന്നെ കൂടുതൽ കുട്ടികളായിരുന്നു, കുറെ കുട്ടികളെ കാണുന്നില്ല എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ വ്യക്തി എഴുതിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള ആളുകളെല്ലാം പറയുന്നത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവർ ന്യൂസ് ചാനലുകാർ അടിച്ചിറക്കുന്ന കണക്കത്തെ വലിയ പ്രശ്നങ്ങൾ, അത് മെയിൻ എന്താണെന്നറിയോ? ഈ കുറെ ആളുകൾ ആശുപത്രിയിൽ അങ്ങായി എന്നൊക്കെ പറഞ്ഞു വിടുന്ന തള്ളലുണ്ടല്ലോ, അതൊക്കെ വെറുതെ ആയിരിക്കും. വയ്യാതെയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി അവിടെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി കാണും, തലകറക്കമൊക്കെ കാരണം. അല്ലാതെ ഇവർ ഈ പറയുമ്പോൾ തള്ളിവിടും. ആശുപത്രിയിൽ പോയി കണ്ട് ചെന്ന് വീഡിയോ എടുക്കാനോ അവരെ കൊണ്ട് പറയിപ്പിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല. പിന്നെ പൊലിപ്പിച്ച് അങ്ങോട്ട് വിടുക, എന്നിട്ട് വേടന്റെ തലയിലോട്ട്. വേടനെ എനിക്കറിയാൻ പാടില്ലേ പേഴ്സണലായിട്ട്, അപ്പം നല്ല മോനാണോ ചീത്ത മോനാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് നേരെ അവന്റെ പെടലേക്ക് വെച്ചു കൊടുക്കുന്നതിനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരുമാതിരി അവന്റെ പാട്ട് ഇവിടെ പാടില്ല, നിർത്തണം, സർക്കാർ ഇടപെട്ട് അങ്ങോട്ട് നിർത്തണം, കോടതി പറയണം, വേടന്റെ പാട്ട് ബഹിഷ്കരിക്കണം. എന്തോന്നടേ, ആളുകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയുള്ള പരിപാടികൾ വേടന്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഇനി വെക്കുമ്പോൾ, നാളെ ഇപ്പോൾ ബോച്ചയുടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാൻ പാടില്ല നാളെ ഇനി പരിപാടി തന്നെ നടക്കുമെന്ന്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ന്യൂ ഇയറിന് പാടണ്ട, വേടം പാടണ്ട ന്യൂ ഇയറിന്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞോണ്ട് ഇനി കുറെ എണ്ണങ്ങൾ ചിലപ്പോൾ ഇറങ്ങും. ഒരു മൂലക്കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കേസ് മുക്കി എടുത്തുകൊണ്ട് വേറെ കുറെ എണ്ണം വരും. കാണും, ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. എനിക്കിത്രേ പറയാനുള്ളൂ, പരിപാടിയൊക്കെ നടക്കണം. പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്ക് പാട്ട് പാടണം. ഈ വിളിക്കുന്ന ആളുകൾ പുള്ളിക്ക് പ്രോപ്പറായിട്ട് പരിപാടി നടത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പിടികിട്ടിയോ? പ്രോപ്പറായിട്ട് വോളണ്ടിയേഴ്സിനെ ഓരോ സ്ഥലത്തും ഇനിഷ്യേറ്റീവ് ചെയ്ത് നിർത്തണം. ഓക്കെ, ഒരു പരിധി തിരക്കുകൾ കൺട്രോൾ ചെയ്യണം. ഈ പിള്ളേരും കൊച്ചു പിള്ളേരും അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറിയൊക്കെ വെക്കണം, മനസ്സിലായോ? ഇങ്ങനെയുള്ള മ്യൂസിക് ഷോകൾക്ക് കുട്ടികളെ കൊണ്ട് വരരുത് എന്നുള്ളൊരു സാധനം വെക്കണം, സീരിയസ് ആയിട്ട് വെക്കണം. പറയണം, ഇന്ന ഏജ് തൊട്ടുള്ള ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാകാവൂ. അറ്റ്ലീസ്റ്റ് ഒരു 10-15 വയസ്സിന് മേപ്പോട്ടുള്ള ആളുകളെ കയറ്റാവൂ, കൈ കുഞ്ഞുമായിട്ട് വരരുത് എന്ന് പറയണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ഈ ബീച്ച് ഫെസ്റ്റിവൽ പോലുള്ള, ഞാൻ പറഞ്ഞല്ലോ 10,000-1000 ഒക്കെ ടിക്കറ്റ് വെച്ച് നടത്തുമ്പോൾ അവിടെയൊക്കെ പ്രായമുള്ളവരൊക്കെ വന്നോട്ടെ. ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർക്ക് ഇരുന്ന് ആസ്വദിക്കാനുള്ള ഒരു പരിപാടി, ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ഇവരെ ആരെയും ഒരു പരിധിയിൽ കൂടുതൽ പ്രായമുള്ളവരെയോ അല്ലെങ്കിൽ ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരെയോ കയറ്റരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.